നമുക്ക് 2024 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്നാണ് പദ്ധതിയുടെ പേര്, കെ സ്മാർട്ട്. രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്. അത് നിലവിൽ വന്നത് മഞ്ചപ്പാലത്താണ്. മഞ്ചപ്പാലം, കണ്ണൂർ മഞ്ചപ്പാലത്താണ് നിലവിൽ വന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത്. ആൻസർ വരുന്നത് ഉല്ലല്ല ബാബു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ഉല്ലല്ല ബാബു. അടുത്തത്, ഡെസേർട്ട് സൈക്ലോൺ 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ്? ആൻസർ വരുന്നത് UAE, ഇന്ത്യ. 2024 ജനുവരിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് S. ശ്രീകല. അടുത്ത ചോദ്യം, 2024 നടക്കുന്ന എത്രാമത്തെ കേരള സ്കൂൾ കലോത്സവമാണ്? 2024 നടക്കുന്നത് 62ാമത് സ്കൂൾ കലോത്സവമാണ്. കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലം ജില്ലയാണ്. 2024 62ാമത് കേരള സ്കൂൾ കലോത്സവ കിരീടം നേടിയത് കണ്ണൂരാണ്. അടുത്തത്, S2 സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ച ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹം. S2 സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ച ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-20. അടുത്തത്, 2024 ജനുവരിയിൽ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ നേപ്പാളുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം. ആൻസർ വരുന്നത് ഇന്ത്യയാണ്. അടുത്തത്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ് ഉത്സവം. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ആലപ്പുഴ SD കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിൻ്റെ എതിരാളികൾ. ആൻസർ വരുന്നത് ഉത്തർപ്രദേശാണ്. 2024 ജനുവരിയിൽ ആലപ്പുഴ SD കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിൻ്റെ എതിരാളികൾ ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് ചേപ്പാട്, ആലപ്പുഴ ജില്ലയാണ്. ദേശീയ ബാലികാ ദിനം ജനുവരി 24 അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ. അടുത്തത്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം അനുപ്രിയ. അടുത്തത്, 2024 ജനുവരിയിൽ അന്തരിച്ച ജിജി റിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫുട്ബോൾ ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച ജിജി റിവ ഫുട്ബോൾ എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും UGC JRF നേടുന്ന ആദ്യ ട്രാൻസ് വ്യക്തി. കേരളത്തിൽ നിന്നും UGC JRF നേടുന്ന ആദ്യ ട്രാൻസ് വ്യക്തി ശ്യാമ S. പ്രഭ. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാനൊരുക്കുന്ന കേരളത്തിലെ സ്ഥാപനം. കേരള കലാമണ്ഡലമാണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. പ്രീമിയം ലീഗ് ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പാണ്. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്ന നഗരം. ആൻസർ വരുന്നത് തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം ബംഗളൂരാണ്. 2024 ജനുവരിയിൽ
ഡോക്ടർ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് വിജയവാഡ. ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിലാണ് ഈ പ്രതിമ അനാവരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 26 അടിയാണ്. 26 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം. അടുത്തത് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകം രചിച്ചത്, വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂറാണ്. അടുത്തത് അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി നടക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പൂപ്പൊലി നടക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കുകപ്പൽ? MV ലീല നോർഫോക്ക്. അടുത്ത ചോദ്യം, 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം നേടിയത്? 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. അടുത്തത് റോബോട്ടിനെ ഫ്രണ്ട് ഓഫീസിൽ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം? ആൻസർ വരുന്നത് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ 2024 അവാർഡ് ലഭിച്ചത് ആർക്ക്? വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. 2024 ഈ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂളും ഗ്രാമവും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതി. ഈ പദ്ധതിയുടെ പേര് പ്രേരണ എന്നാണ്. ഈ പദ്ധതിയുടെ പേര് പ്രേരണ. അടുത്ത ചോദ്യം, ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊട്ടാരക്കര ഭദ്ര ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. അടുത്ത ചോദ്യം, കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി രൂപീകരിച്ച പദ്ധതി? ഓർമ്മത്തോണി. ഓർമ്മത്തോണിയാണ് കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി രൂപീകരിച്ച പദ്ധതി. അടുത്ത ചോദ്യം, 2024 ജനുവരി 1 എക്സ്പോസാറ്റിനോടൊപ്പം വിക്ഷേപിച്ച തിരുവനന്തപുരം LBS കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ഉപകരണം ഏത്? 2024 ജനുവരി 1 എക്സ്പോസാറ്റിനോടൊപ്പം 2024 ജനുവരി 1 എക്സ്പോസാറ്റിനോടൊപ്പം വിക്ഷേപിച്ച തിരുവനന്തപുരം LBS കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ഉപകരണം ഏത്? വിസാറ്റ്. വിസാറ്റ് ആണ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഗുജറാത്ത്. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതി? പ്രധാനമന്ത്രി മുദ്ര യോജന. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതി പ്രധാനമന്ത്രി മുദ്ര യോജന. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയത്? ഇന്ത്യൻ ഓഹരി വിപണി. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയത് ഇന്ത്യൻ ഓഹരി വിപണി. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ്? ഇതിൻ്റെ പേരാണ് ഇഷ. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ. അടുത്ത ചോദ്യം, സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 KP ഉദയഭാനു സ്മാരക പുരസ്കാരം നേടിയത് ആര്? ഇദ്ദേഹത്തിൻ്റെ പേരാണ് രമേശ് നാരായണൻ. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 KP ഉദയഭാനു സ്മാരക പുരസ്കാരം നേടിയത് രമേശ് നാരായണൻ. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസൻ. സംസ്ഥാന സർക്കാരിൻ്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസൻ. ഇദ്ദേഹം തമിഴ് പിന്നണി ഗായകനാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിയമവിധേയമായ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്കും
ചൂതാട്ടങ്ങൾക്കും വാതുവയ്പ്പിനും ഏർപ്പെടുത്തിയ നികുതി? 28%. അടുത്ത ചോദ്യം, ഫിഷറീസ് വകുപ്പിൻ്റെ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇത് ആരംഭിച്ചത് ആഴാംകുളം, വിഴിഞ്ഞം. ഫിഷറീസ് വകുപ്പിൻ്റെ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് ആഴാംകുളം, വിഴിഞ്ഞത്താണ്. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണ് സ്ഥാപിക്കുന്നത്? അടുത്ത ചോദ്യം എന്താണ്? പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിക്കുന്നത് എവിടെയാണ്? വൃന്ദാവൻ, മധുര വൃന്ദാവനിലാണ് ഈ സ്കൂൾ സ്ഥാപിക്കുന്നത്, ഉത്തർപ്രദേശിൽ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം? ആൻസർ വരുന്നത് അമേരിക്കയാണ്. ലോകത്തിൽ ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം അമേരിക്ക. അടുത്തത്, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക? ആൻസർ വരുന്നത് ഭവതാരിണി. ഭവതാരിണി ഒരു ഇന്ത്യൻ പിന്നണി ഗായികയായിരുന്നു ഭവതാരിണി. ഇദ്ദേഹം പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനായ ഇളയരാജയുടെ ഏക മകളാണ് ഈ ഭവതാരിണി. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ കഴിയാണ്. ഇനി അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട് കറണ്ട് അഫെയർസ്, ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫെയർസുമായിട്ട് വീണ്ടും കാണാം.